ഞാൻ എൻ്റെ റിയൽ എസ്റ്റേറ്റ് കരിയറിൽ ഇത്രയും യുണീക്കും ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഞാൻ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. ഇത് ഇത്രയും അഫോർഡബിളും യുണീക്ക് ആവാനായിട്ടുള്ള ഒറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷാർജ റൂളിംഗ് ഫാമിലിയിൽപ്പെട്ട അൽ ഖാസിമിയുടെ മകൻ, മരണപ്പെട്ടു പോയ മകനുണ്ട് ഖാലിദ് ബിൻ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട്. ആ ഖാലിദ് ബിൻ സുൽത്താൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഖാലിദ് ബിൻ സുൽത്താൻ സിറ്റി എന്നാണ് ഈ കമ്മ്യൂണിറ്റിയുടെ പേര് വരുന്നത്. ഇത് നമ്മുടെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ ബിയ ഗ്രൂപ്പാണ്. ബിയ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇവരാണ് വേസ്റ്റിനെ എങ്ങനെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള കോൺസെപ്റ്റൊക്കെ UAE കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരുപാട് ആ ഒരു കോൺസെപ്റ്റുകൾ നമ്മുടെ ലൈക്ക് ബുർജ് ഖലീഫയിലും അതുപോലെ തന്നെ ലൈക്ക് എമിറേറ്റ്സ് എയർലൈൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ്ലി AI ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം ഒരു 7.5 മില്യൺ സ്ക്വയർ ഫീറ്റ് കമ്മ്യൂണിറ്റിയാണത്. ഇതിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നത് ബിയയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് ദെയ്ദ് റോഡിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് കോർഫുക്കാൻ റോഡിൽ നിന്നും എൻട്രി എക്സിറ്റ്സ് ഉണ്ട്. ഇവിടുന്ന് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ആണ് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്നത്. ഒരു 25 മിനിറ്റ്സ് നമ്മുടെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും വരും. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു യുണീക്നെസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലിമിറ്റഡ് യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു 7 മില്യൺ സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് 13,000 യൂണിറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം ഒരു 1500 to 1800 യൂണിറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. അതിൽ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്, 3 ബെഡ്റൂം ഉണ്ട്, 4 ബെഡ്റൂം ടൗൺ ഹൗസസ് ഉണ്ട്, അതുപോലെ തന്നെ 4 ബെഡ്റൂം 5 ബെഡ്റൂം ഇൻഡിപെൻഡൻറ്റ് വില്ലാസും ഉണ്ട്. പിന്നെ ഇതിനോട് അടുത്ത് തന്നെയാണ് നമ്മുടെ ലൈക്ക് ഫ്യൂച്ചർ എത്തിഹാദ് റെയിൽ സ്റ്റേഷനും കൂടി വരുന്നത്. അതും ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ ആഡഡ് പോയിന്റും കൂടിയാണ്. ഇതൊരു വെറും ഒരു റിയൽ എസ്റ്റേറ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റിനുപരിയായിട്ട് ഇതൊരു മകൻ്റെ ഓർമ്മയ്ക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇതൊരു ഡിസൈൻ ചെയ്തേക്കുന്നത് വേൾഡിൽ തന്നെ ഫേമസ് ആർക്കിടെക്ട് സാഹ ഹദീദാണ് ഈ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും. ഇവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്, ഒരു 4 ബെഡ്റൂം ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് വില്ലയുടെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനെ യുണീക്ക് ആക്കുന്നത്. ഈ ഡിസൈൻ തന്നെ ഇതിലൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ വരെ കൊടുക്കുമെന്നാണ് ഈ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ഇതിൽ നമുക്ക് ഒരു 2 ബെഡ്റൂമൊക്കെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഈ ഒരു ഫസാഡ് ആയിരിക്കുള്ളൂ വരുന്നത്. ഒരു 2 ബെഡ്റൂമൊക്കെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാട്ടിലെ ഒരു 24 ലക്ഷം രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുത്ത് നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു യൂണിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും. അത് ഓരോരുത്തരുടെ ഫണ്ട് ഫ്ലോ അനുസരിച്ചിട്ട് ഇവിടെ ആമ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മിഡിൽ യൂണിറ്റ്സ് ഉണ്ട്, കോർണർ യൂണിറ്റ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ഫൈനാൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയാനും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേയ്മെൻറ്റ് പ്ലാൻ. അത് 30% ആണ് നമ്മുടെ വില്ലകൾക്ക് അവർ ഡ്യൂറിങ് കൺസ്ട്രക്ഷനിൽ വാങ്ങുന്നത്. അതുപോലെ തന്നെ ടൗൺ ഹൗസസിന് ഒരു 40% ആണ് ഡ്യൂറിങ് കൺസ്ട്രക്ഷനിൽ വാങ്ങുന്നത്. റെസ്റ്റ് ഓഫ് ദ പേയ്മെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസ് വർക്കൗട്ട് ചെയ്തിട്ട് അത് അപ് ടു 25 ഇയേഴ്സിലേക്ക് വരെ അടച്ച് തീരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് അവൈൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഓവർ ദ കോളിലും അല്ലെങ്കിൽ ഓവർ ദ വീഡിയോ കോളിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ ഇതൊരു സാധാരണ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റ് അല്ല, ഇതൊരു മോണ്യുമെൻ്റ് ആണെന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അത്രയും യുണീക്കും അത്രയും ഒരു ഡിഫറൻ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്.